മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ തേട്ടം അത് ലോകസ്രഷ്ടാവായ അള്ളാഹുവെ ആരാധിക്കുവാനാണ്, അതുപോലെ അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ്. വിപരീതമായി മനുഷ്യർ ജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് അവർ വിധേയരായി തീരുന്നു. സർവ്വതും മനുഷ്യ പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്നവയാണ്. അവയിൽ ചിലതിന്റെ കാരണങ്ങൾ നമുക്ക് പ്രകടമായി അറിയാൻ കഴിഞ്ഞേക്കും. പൂർവ്വ സമുദായങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ അവരുടെ നാശത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു. അവരിലധികവും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ധിക്കരിച്ചവരായിരുന്നു. അവരിലധികവും അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിന്ന് തെറ്റിപ്പോയവരായിരുന്നു. അവർ അക്രമങ്ങളുടെയും ദേഹേച്ഛകളുടെയും വക്താക്കളായിരുന്നു. അവരിൽ സ്വവർഗരതിയുടെ വക്താക്കളുണ്ടായിരുന്നു. അവരിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവരുണ്ടായിരുന്നു. അവരിൽ നാട്ടിൽ കൊള്ളയും കൊലയും നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നവരുമുണ്ടായിരുന്നു. പ്രകൃതി കോപങ്ങൾ എന്നോ യാദൃശ്ചിക സംഭവങ്ങൾ എന്നോ നാം വിശേഷിപ്പിക്കാറുള്ള പല ആപത്തുകൾ, അത് ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവായും വരൾച്ചയായും പൂർവികർക്ക് പോലും പരിചയമില്ലാത്ത പകർച്ചവ്യാധികളായും വൈറസ് രോഗങ്ങളായും കൂട്ടമരണങ്ങളായും മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. ഇവയെല്ലാം മനുഷ്യരുടെ സമാധാന ജീവിതം ഇല്ലാതെയാക്കുന്നു. ഇതെല്ലാം മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി മനുഷ്യർക്കു തന്നെയുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ്. എന്നാൽ അവയുടെ മുഴുവൻ ഫലവും ഇവിടെ വെച്ച് മനുഷ്യർ അനുഭവിക്കുന്നില്ല. അവർ പാഠം പഠിച്ചു മടങ്ങുവാനായി ചുരുക്കം ചില പ്രവർത്തന ഫലങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്നു. പല സമുദായങ്ങൾക്കും നേരിട്ട ശിക്ഷകളും അവരുടെ പര്യാവസാനങ്ങളും അതാലോചിച്ചു നോക്കുവാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു വിഭാഗത്തിന്റെയോ വ്യക്തിയുടെയോ ഭരണാധികാരിയുടെയോ വാക്കിലോ പ്രവൃത്തിയിലോ വന്നു പോകുന്ന പാകപ്പിഴവ് നിമിത്തം, അവരുടെ ചെയ്തികൾ നിമിത്തം ഒരു കുടുംബമോ സമൂഹമോ ഒരു രാഷ്ട്രം തന്നെയോ ആപത്തിലകപ്പെട്ടേക്കാം. അതുപോലെ ഒരു ജനതയിൽ ഒരു വിഭാഗം അവർ തോന്നിവാസത്തിലും ദുർമാർഗത്തിലും ഒഴുകുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ചില പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിത്തീരും. അത് ആസന്നമാകുമ്പോൾ സമൂഹത്തിലെ നിരപരാധികളായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അപരാധികൾ മാത്രം ആ പരീക്ഷണങ്ങൾക്ക് വിധേയരായിരിക്കയില്ല. അതുകൊണ്ട് അത്തരം പൊതുവായ ഭവിഷ്യത്തുകൾക്ക് കാരണമാകത്തക്ക പ്രവൃത്തികൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അത് ബാധിക്കുന്നത് നിങ്ങളിലെ അക്രമികൾക്ക് മാത്രമാവില്ല. ജനങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെക്കാൾ ബലവും പ്രതാപവും അറിവുമുള്ള ആളുകൾ അവരിൽ ഉണ്ടായിരുന്നിട്ടും അവരെ അതിൽ നിന്ന് മാറ്റിക്കളയാത്ത പക്ഷം ആ സമൂഹത്തിലാവും പൊതുവായ വല്ല ശിക്ഷയും അള്ളാഹു ഇറക്കുക. ശിക്ഷ ഇറങ്ങുമ്പോൾ അവരിൽ സജ്ജനങ്ങളായ ആളുകളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവർക്കും ബാധിക്കും. പിന്നീട് അവർ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും പ്രീതിയിലേക്കും ചെന്നു ചേരുന്നതാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു ജനതയിൽ വഞ്ചന പ്രത്യക്ഷമായി കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭീതിയും ഞെരുക്കവും ഏർപ്പെടുത്താതിരിക്കയില്ല. ഒരു ജനതയിൽ വ്യഭിചാരം പ്രചാരപ്പെട്ടു കഴിഞ്ഞാൽ അവരിൽ മരണം അധികരിക്കാതിരിക്കയില്ല. ഒരു ജനത അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അവർക്ക് ഉപജീവനത്തിന് ഭംഗം നേരിടാതിരിക്കയില്ല. ഒരു ജനത അന്യായമായി വിധി നടത്തിക്കൊണ്ടിരുന്നാൽ അവരിൽ രക്തം ചിന്തൽ വർദ്ധിക്കാതിരിക്കയില്ല. ഒരു ജനത കരാർ ലംഘനം നടത്തിക്കൊണ്ടിരുന്നാൽ അവരിൽ ശത്രുവെ നിയോഗിക്കപ്പെടാതിരിക്കയില്ല. അതുപോലെ 5 കാര്യങ്ങൾ ന്യായമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം അത് എന്റെ സമൂഹത്തിൽ വന്നെത്തിയാൽ പിന്നെ അവരുടെ മേൽ നാശമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മദ്യപാനമടക്കം ലഹരിയുടെ ഉപയോഗം ജനങ്ങളിൽ സർവത്ര സാധാരണമാവുക, മനുഷ്യർ പരസ്പരം ശപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ വ്യാപകമായി തീരുക, പുരുഷന്മാർ അവർക്ക് ഹറാമാക്കപ്പെട്ട പട്ട് ധരിക്കുകയും പുരുഷന്മാർ സ്ത്രീകളെ അനുകരിക്കുകയും സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയും ചെയ്യുക, പുരുഷന്മാർ അവരുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി പുരുഷനെ സമീപിക്കുകയും സ്ത്രീകൾ അവരുടെ കാമവൃത്തിക്ക് വേണ്ടി സ്ത്രീകളെ സമീപിക്കുകയും ചെയ്യുക. ഇതെല്ലാം ന്യായമാണെന്ന് എന്റെ ഉമ്മത്ത് ചിന്തിക്കുന്ന കാലം വന്നാൽ അവരുടെ മേൽ നാശം ഉറപ്പായി കഴിഞ്ഞു.
അതുപോലെ പലിശ സമൂഹത്തിൽ വ്യാപകമായി തീർന്നിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞത് പ്രകാരം എന്തെങ്കിലും രീതിയിൽ പലിശയുടെ വക്താവായി മാറാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇനി പലിശ ഭക്ഷിക്കാത്ത വ്യക്തിയാണെങ്കിൽ അതിന്റെ പൊടിപടലങ്ങളെങ്കിലും അവനിൽ എത്തിച്ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സകാത്ത് നൽകുന്നതിൽ സൂക്ഷ്മത കാണിക്കാത്ത കാലം വന്നാൽ, പലിശ സമൂഹത്തിൽ വ്യാപകമായാൽ പല പരീക്ഷണങ്ങൾക്കും മനുഷ്യർ വിധേയരായി തീരും. അത് മുഖേന മഹാമാരികളെ കൊണ്ടും വരൾച്ചകളെ കൊണ്ടും മനുഷ്യർ പരീക്ഷിക്കപ്പെടുന്നതാണ്. പരീക്ഷണമെന്ന നിലയിൽ മനുഷ്യരിൽ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതാണ്. മുൻപ് നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ആകാശഭൂമിയിൽ നിന്നും അഭിവൃദ്ധി മാർഗങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ വ്യാജമാക്കി തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അള്ളാഹു അവരെ പിടികൂടി. പ്രളയത്താൽ നശിപ്പിക്കപ്പെട്ട നൂഹ് നബിയുടെ ജനത, അദ്ദേഹം തന്റെ ജനങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് ആകാശത്തു നിന്നും മഴ വർഷിപ്പിച്ചു തരും. സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങളെ പരിപോഷിപ്പിക്കുകയും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. പക്ഷേ ആ ജനത നിഷേധികളും അഹങ്കാരികളുമായി അധപ്പതിക്കുകയായിരുന്നു. ഖുർആൻ ചോദിക്കുന്നു, തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ രാത്രി സമയത്ത് നമ്മുടെ ശിക്ഷ തങ്ങൾക്ക് വരുന്നതിനെപ്പറ്റി ആ രാജ്യക്കാർ നിർഭയരായിപ്പോയോ? തങ്ങൾ വിളയാടിക്കൊണ്ടിരിക്കെ ഇളയുച്ച സമയത്ത് നമ്മുടെ ശിക്ഷ തങ്ങൾക്ക് വരുന്നതിനെപ്പറ്റി ആ രാജ്യക്കാർ നിർഭയരായിപ്പോയോ? അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി അവർ നിർഭയരായിപ്പോയോ? എന്നാൽ നഷ്ടക്കാരായ ജനങ്ങളല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരാകുന്നതല്ല. അനീതിയും അടിച്ചമർത്തലുകളും സ്വേച്ഛാധിപത്യവും കൊലപാതകങ്ങളും ഇതെല്ലാം കൈമുതലാക്കിയവർ അവർ ഭൂമിയിലൂടെ വിഹരിച്ച് നടക്കുമ്പോൾ നീ അറിയുക, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അക്രമം കാരണം അള്ളാഹു അവരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് യാതൊരു ജീവിയെയും ബാക്കി വിട്ടേക്കുമായിരുന്നില്ല. പക്ഷേ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്കും അവരെ അള്ളാഹു താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അവധി വന്നു കഴിഞ്ഞാൽ അവർ ഒരു നാഴിക നേരം പിന്നോട്ട് പോകുന്നതോ മുന്നോട്ട് പോകുന്നതോ അല്ല. അതിനാൽ മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കുക, കുറ്റവാളികളുടെ അന്ത്യം എപ്രകാരമായിരുന്നുവെന്ന്.